പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ രാഹുൽ ഗാന്ധി MP ആയിരുന്നു, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ MP ആണ്. ഇവർക്കൊന്നും എന്താണ് ഈ സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത്? നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് വീട് നന്നാക്കണമെന്ന് പറയും. അവരുടെ വീടാണല്ലോ അവരുടെ സ്വന്തം മണ്ഡലം. ഈ സ്വന്തം മണ്ഡലത്തിലെ NM വിജയന്റെ പ്രശ്നത്തിൽ ആ കുടുംബത്തിന് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിയാത്തത് എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഏൽപ്പിച്ച ആളുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് സിദ്ദിഖൊക്കെ ഇന്നും പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ നടക്കുന്നത് കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. അപ്പോൾ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ പോരെ, ഒരു വിളിക്കപ്പുറത്തുള്ള ആളാണ്. കാരണം AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി, സോക്കോൾഡ് ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അറിയാഞ്ഞിട്ടാണോ? ഈ ഒരു മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത്? അവരെ എന്ത് വിശ്വസിച്ചാണ് രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കേണ്ടത്? രാജ്യം ഭരിക്കാനായി ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന ആളുകൾ സ്വന്തം മണ്ഡലത്തിലെ ഈ പ്രശ്നം തീർക്കാൻ പോലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കണ്ടിട്ടാണ് അവരെ വിശ്വസിക്കേണ്ടത്? ഇവിടെ മുൻ ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം ഉണ്ടായപ്പോൾ ഇനി ഗ്രൂപ്പിസം ഒന്നും ഉണ്ടാകില്ല, എല്ലാത്തിനും ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ പ്രതികരണം വന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ തീർക്കും. പക്ഷേ അതൊക്കെ വെറും വാചാടോപം മാത്രമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ആ പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കൈ കഴുകി മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റൂ, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്.